തന്റെ ശരീര വലിപ്പം കാരണം ഇത്രയധികം പരിഹാസങ്ങൾ നേരിട്ട ഒരു സൗത്ത് ഇന്ത്യൻ നടൻ മറ്റൊരാളുണ്ടോ എന്ന് പോലും സംശയമാണ്. എന്നാൽ പിന്നീട് നടത്തിയ ബോഡി ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഇതേ കളിയാക്കിയവരെ കൊണ്ട് പോലും ഇദ്ദേഹം കൈയടിപ്പിച്ചു. സാക്ഷാൽ NTRന്റെ കൊച്ചുമകനായ ജൂനിയർ NTRന്റെ സിനിമയിലേക്കുള്ള എൻട്രി അത്ര എളുപ്പമായിരുന്നില്ല. ശരിക്കും സിംഹാദ്രിക്ക് ശേഷമാണ് തെലുങ്ക് ഓഡിയൻസിനിടയിൽ ജൂനിയർ NTRന് നല്ല പോപ്പുലാരിറ്റി നേടിക്കൊടുത്തത്. തന്റെ തുടക്കകാലത്ത് ഒരുപാട് സ്ട്രഗിളുകൾ ഇദ്ദേഹം നേരിട്ടിരുന്നു. ഇങ്ങനെ ജൂനിയർ NTR കടന്നു വന്ന വഴികളും അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫിയിൽ ഉണ്ടായ ഉയർച്ച താഴ്ചകളും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നിറങ്ങിയ ദേവര എന്ന സിനിമയുടെ വൻ വിജയം കാരണം ഒരുപക്ഷെ NTRന്റെ കരിയർ ഇനി ടോപ്പ് ലെവലിലേക്ക് മാറിയേക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജൂനിയർ NTRന്റെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കണേ. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ആദ്യമേ തന്നെ ജൂനിയർ NTRന്റെ കരിയറിന്റെ തുടക്കം നോക്കാം. 2001 ആദ്യമേ തന്നെ റിലീസായ സിനിമയായിരുന്നു നിന്നു ചൂടലാനി. ഈ സിനിമയിലൂടെയാണ് ജൂനിയർ NTR സിനിമാ ലോകത്തേക്ക് വന്നതെങ്കിലും ഈ സിനിമ അന്ന് ബോക്സ് ഓഫീസിൽ വലിയ പരാജയങ്ങളും ഇദ്ദേഹത്തിന് ഒരുപാട് ബോഡി ഷേമിംഗ് നേടിക്കൊടുത്തു എന്നല്ലാതെ എടുത്തു പറയത്തക്ക നേട്ടം ഒന്നും ഉണ്ടായില്ല. ഇതിനുശേഷം റിലീസായ സിനിമയായിരുന്നു സ്റ്റുഡന്റ് നമ്പർ 1. സാക്ഷാൽ രാജമൗലിയുടെ ആദ്യ സിനിമ കൂടിയായിരുന്നു ഈ സിനിമ. ശരിക്കും നിന്നു ചൂടലാനിക്ക് മുന്നേ ഷൂട്ടിംഗ് തുടങ്ങിയ സിനിമയായിരുന്നു സ്റ്റുഡന്റ് നമ്പർ 1. എന്നാൽ ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് നീണ്ടുപോയതുകൊണ്ട് ആദ്യമേ തന്നെ നിന്നു ചൂടലാനി റിലീസ് ആയതിനു ശേഷം പിന്നീടാണ് സ്റ്റുഡന്റ് നമ്പർ 1 റിലീസായത്. സ്റ്റുഡന്റ് നമ്പർ 1 എന്ന സിനിമ അവിടുത്തെ വലിയൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷം വന്ന സുബ്ബു എന്ന സിനിമ ഒരു ആവറേജ് ഹിറ്റിൽ ഒതുങ്ങിപ്പോയി. ഇതിനുശേഷം പിന്നീട് 2002 ആദി എന്നൊരു സിനിമ റിലീസായി. ആദികേശവ റെഡ്ഡി എന്ന കഥാപാത്രത്തിന് ഒരുപാട് ഫാൻസ് നേടിക്കൊടുത്ത ഒരു സിനിമ കൂടിയായിരുന്നു ആദി എന്ന ജൂനിയർ NTRന്റെ സിനിമ. ജയ് എന്ന പേരിൽ തമിഴിൽ പ്രശാന്ത് ഈ സിനിമയെ ഒന്ന് റീമേക്ക് ചെയ്യുകയും ചെയ്തു. പിന്നീട് വന്ന അല്ലരി രാമുഡു എന്ന സിനിമ ഒരു വൻ ഫ്ലോപ്പായി മാറി. പിന്നീട് 2003 റിലീസായ ആദ്യ സിനിമയായിരുന്നു നാഗ. ഈ സിനിമ ഫ്ലോപ്പായി മാറി. പക്ഷെ ഈ സിനിമ തമിഴിൽ റിലീസായ അർജുന്റെ മുതൽവൻ എന്ന സിനിമയുടെ ഒരു ഇൻസ്പയർഡ് റീമേക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ അത്യാവശ്യം ചർച്ചാ വിഷയമൊക്കെ ആയി. എന്നിരുന്നാൽ പോലും ബോക്സ് ഓഫീസിൽ ഒരു വൻ ഫ്ലോപ്പായി ഈ സിനിമ മാറി. പിന്നീട് ശരിക്കും ജൂനിയർ NTRന്റെ കരിയറിന്റെ ഒരു വഴിത്തിരിവായി മാറിയ സിനിമയാണ് റിലീസായി സിംഹാദ്രി. ഭൂമിക, ജൂനിയർ NTR എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സാക്ഷാൽ രാജമൗലി തന്നെ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സിംഹാദ്രി. 2003 ആ വർഷത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കളക്ഷൻ നേടിയ സിനിമ കൂടിയായിരുന്നു ഇതേ സിംഹാദ്രി. ഈ സിനിമയെ സാക്ഷാൽ വിജയകാന്ത് വരെ തമിഴിൽ ഗജേന്ദ്ര എന്നിവരിൽ റീമേക്ക് ഒക്കെ ചെയ്തിരുന്നു. ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റും ഏറ്റവും വലിയ ഫ്ലോപ്പും ഒരുപക്ഷെ ജൂനിയർ NTRന്റെ പേരിലാണെന്ന് പറയാം. കാരണം സിംഹാദ്രി വൻ ഹിറ്റ് ആയപ്പോൾ അതേപോലെ തന്നെ നാഗ എന്ന സിനിമ ഒരു വൻ ഫ്ലോപ്പായി മാറി. പിന്നീട് 2004 2 സിനിമകളാണ് റിലീസായത്. ഇവയിൽ ഒരു സിനിമയിൽ ഡബിൾ റോളിലും ജൂനിയർ NTR വന്നു. പൂരി ജഗന്നാഥ് സംവിധാനം ചെയ്ത് ഒരേ സമയം തെലുങ്കിലും കന്നഡയിലും ഒരേപോലെ റിലീസായ ഒരു ചിത്രമായിരുന്നു അന്തർവാല. അന്തർവാല എന്ന പേരിൽ ജൂനിയർ NTRനെയും വീര കന്നഡിക എന്ന പേരിൽ പുനീത് രാജ്കുമാറിനെ നായകന്മാരാക്കി ഒരേ സമയം 2 ഭാഷകളിൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഈ സിനിമ. ഈ സിനിമ അവിടെ വൻ വിജയമായി മാറുകയും ചെയ്തു. ഈ സിനിമയിലൂടെ ജൂനിയർ NTR കരിയറിൽ ആദ്യമായി ഡബിൾ റോൾ ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം വന്ന സാമ്പ എന്ന സിനിമയും ആവറേജ് ഹിറ്റിൽ ഒതുങ്ങി. ഈ സിനിമയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജൂനിയർ NTRന് പോപ്പുലാരിറ്റി നേടിക്കൊടുത്തു. പിന്നീട് 2005 റിലീസായ സിനിമയായിരുന്നു നാ അല്ലുഡു. ജെനീലിയ, ശ്രേയാശരൻ, രമ്യാകൃഷ്ണൻ തുടങ്ങി ഒരു വൻ താരനിര അണിനിരുന്ന ഈ സിനിമ ഒരു വൻ ഹൈപ്പാണ് ഉണ്ടാക്കിയെടുത്തത്. ഈ വർഷം തന്നെ ഒരു വൻ ഹൈപ്പിൽ ഇറങ്ങിയ മറ്റൊരു സിനിമ കൂടി റിലീസായി. നരസിംഹുഡു എന്ന പേരിൽ ഇറങ്ങിയ ഈ സിനിമയ്ക്കും ഒരു വൻ ഹൈപ്പ് അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഹൈപ്പിനൊത്ത പ്രകടനം ഈ 2 സിനിമകളും കാഴ്ചവെച്ചില്ല എന്നത് ജൂനിയർ NTRന്റെ കരിയറിലെ വലിയൊരു ബ്ലാക്ക് മാർക്കായി മാറി. കാരണം ഫാൻസും ഓഡിയൻസും എല്ലാം ഒരുപോലെ പ്രതീക്ഷ വെച്ച 2 ബിഗ്ഗസ്റ്റ് ഹൈപ്പ് സിനിമകൾ ഒരേ വർഷം തന്നെ ഡിസാസ്റ്റർ ആയി പോയത് കരിയറിലെ വലിയൊരു വിള്ളലായി അന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. പിന്നീട് 2006 റിലീസായ സിനിമയായിരുന്നു അശോക്. സുരേന്ദ്ര റെഡ്ഡി സംവിധാനം ചെയ്ത് സമീറ റെഡ്ഡി, ജൂനിയർ NTR എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വന്ന സിനിമയായിരുന്നു അശോക്. ഈ സിനിമ അന്ന് അവിടെ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി. എന്നാൽ പിന്നീട് വമ്പൻ കൾട്ട് ഫാൻ ഫോളോവിംഗ് ഉണ്ടായ ഒരു സിനിമ കൂടിയായിരുന്നു ഈ സിനിമ. ഉദാഹരണത്തിന് മലയാളത്തിൽ പണ്ട് റിലീസായി ഫ്ലോപ്പായി പോയ സിനിമയായിരുന്നു ദേവദൂതൻ. എന്നാൽ ഇന്ന് ആ സിനിമയ്ക്കുള്ള ഫാൻ ബേസ് ഒരു പക്ഷേ മോഹൻലാലിന്റെ ആ കാലത്ത് വിജയിച്ച സിനിമകൾക്ക് പോലുമില്ല. അതുപോലെ അശോക്
ഡയലോഗ് എന്ന സിനിമയും ഇന്ന് അദ്ദേഹത്തിന്റെ ഫാൻസിനും ഓഡിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. എന്നാൽ ആ കാലത്ത് ഈ സിനിമ അന്നത്തെ പ്രേക്ഷകർ സ്വീകരിച്ചില്ല. പിന്നീട് റിലീസായ സിനിമയായിരുന്നു രാഖി. ഈ സിനിമയിലൂടെയാണ് ശരിക്കും ജൂനിയർ എൻടിആറിന് ഏറ്റവും അധികം ബോഡി ഷേമിംഗ് നേടിയെടുത്ത ആ സോങ്ങും പറഞ്ഞത്. ഇലിയാന ചാർമി എന്നീ 2 നായികമാർ കൂടി ഈ സിനിമയിലുണ്ടായിരുന്നു. ഇവരിൽ ഇലിയാനയ്ക്കും ചാർമിക്കും ഉള്ള ആ ഒരു സോങ്ങിലൂടെ ഒരുപാട് ഹെയ്റ്റ് ക്യാമ്പയിനും ഇതുകൂടാതെ ട്രോളുകളും ബോഡി ഷേമിങ്ങും എല്ലാം ജൂനിയർ എൻടിആർ നേരിട്ടു. എന്നാൽ ഈ സിനിമ അവിടുത്തെ വലിയൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ചെയ്തു. ഈ സിനിമ തന്നെ ജൂനിയർ എൻടിആറിന്റെ കരിയറിലെ വലിയൊരു പെർഫോമൻസ് ആയി മാറി. ഇന്നും ജൂനിയർ എൻടിആറിന്റെ ബെസ്റ്റ് പെർഫോമൻസുകൾ എടുത്താൽ ടോപ്പ് 5 പെർഫോമൻസിൽ വന്ന് ഈ സിനിമയിലാണ്. എന്നാൽ ഈ സിനിമ തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും അധികം ട്രോളുകൾ നേടിക്കൊടുത്തത്. പിന്നീട് 2007 ശരിക്കും ജൂനിയർ എൻടിആറിന്റെ ഒരു വൻ കംബാക്ക് ആയിരുന്നു. യമഡൊങ്ക എന്ന SSR സിനിമയിലൂടെ വലിയൊരു ഫാൻ ബേസിന് നേടിയെടുക്കാൻ ജൂനിയർ എൻടിആറിന് കഴിഞ്ഞു. ఏనాడో అప్రతిష్ట మూట కట్టుకున్న మీరు മോഹൻ ബാബു, പ്രിയാമണി, മമത തുടങ്ങിയ ഒരു വൻ താരനിരയാണ് നിന്ന ഈ ചിത്രം ആ വർഷത്തെ ഇയർ ടോപ്പറായി മാറുകയും ചെയ്തു. ഈ സിനിമ ശരിക്കും ഇദ്ദേഹത്തിന്റെ തന്നെ മുത്തച്ഛനായ എൻടിആറിന്റെ 1977 റിലീസായ യമഗോള എന്ന സിനിമയുടെ ഒരു അഡാപ്റ്റേഷൻ റീമേക്ക് ആയിരുന്നു. അതായത് സ്വന്തം മുത്തച്ഛൻ ചെയ്തു വെച്ച സിനിമയെ വീണ്ടും ഇദ്ദേഹം വന്ന് പൊടി തട്ടിയെടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ 2 സിനിമകളും തെലുങ്ക് ഓഡിയൻസിന് വൻ രീതിയിൽ ക്രേസ് ഉണ്ടാക്കിയ സിനിമകളാണ്. ഈ യമഡൊങ്ക എന്ന സിനിമയിലൂടെ ഒരു വമ്പൻ ഫാൻ ബേസിനെ നേടിയെടുക്കാനും ജൂനിയർ എൻടിആറിന് സാധിച്ചു. പിന്നീട് 2008 2 സിനിമകളിലാണ് ജൂനിയർ എൻടിആർ പ്രത്യക്ഷപ്പെട്ടത്. ഖത്രി എന്ന സിനിമ ഫ്ലോപ്പ് ആയി പോയി. എന്നാൽ പിന്നീട് ചിന്തക്കയ്യാള എന്ന വെങ്കിടേഷിന്റെ സിനിമയിൽ ഒരു ജസ്റ്റ് ക്യാമിയോ റോളിൽ ഒരു സോങ്ങിലും ജൂനിയർ എൻടിആർ വന്നു. ഇതിനുശേഷം പിന്നീട് 2010 മുതൽ ജൂനിയർ എൻടിആറിന്റെ കരിയറിനെ വേറെ ലെവലിലേക്ക് മാറ്റി എന്ന് തന്നെ പറയാം. ഇവയിൽ 2010 റിലീസായി ഇക്കഴിഞ്ഞ 2023 പോലും റീ റിലീസ് വെച്ച സിനിമയായിരുന്നു അതുർസ്. ഈ സിനിമയിൽ നയൻതാരയായിരുന്നു ജൂനിയർ എൻടിആറിന് നായികയായി വന്നത്. ഡബിൾ റോളിലായിരുന്നു ഈ സിനിമയിൽ ജൂനിയർ എൻടിആർ വന്നത്. ഈ സിനിമ അവിടുത്തെ ഒരു വൻ ബ്ലോക്ക് ബസ്റ്ററായി മാറി. ഇതിനുശേഷം പിന്നീട് വന്ന സിനിമയായിരുന്നു ബൃന്ദാവനം. നമ്മുടെ വാരിസ് സിനിമയുടെ സംവിധായകനായ വംശി സംവിധാനം ചെയ്ത സിനിമ കൂടിയായിരുന്നു ഈ സിനിമ. ഈ സിനിമയിൽ ഇദ്ദേഹത്തിന്റെ നായികമാരായി വന്നത് കാജലും സമന്തയുമാണ്. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ, തെലുങ്ക് ഓഡിയൻസ് ഈ സിനിമയെ വൻ ഹൈപ്പിൽ കൊണ്ടുപോയി വൻ ഹിറ്റാക്കി മാറ്റുകയും ചെയ്തു. ഈ 2 നായികമാരും അന്ന് സെൻസേഷൻ ഹീറോയിൻസ് ആയി നിൽക്കുന്ന ടൈം കൂടിയായിരുന്നു. അങ്ങനെ 3 പേരുടെയും പീക്കിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മാസ് മസാല എന്റർടൈനർ വരിക. അതുപോലെ തെലുങ്ക് ഓഡിയൻസ് ഈ സിനിമയ്ക്ക് വൻ സപ്പോർട്ട് നൽകി ജൂനിയർ എൻടിആറിന്റെ കരിയറിലെ വലിയൊരു ഹിറ്റായും ഈ സിനിമ മാറി. പിന്നീട് 2011 2 സിനിമകളാണ് റിലീസായത്. ശക്തി എന്ന സിനിമയിൽ ഡബിൾ റോളിലായിരുന്നു ജൂനിയർ എൻടിആർ വന്നത്. ഈ ഡബിൾ റോളിൽ വരുന്നത് കൊണ്ട് തന്നെ ഒരു വൻ ഹൈപ്പ് സൃഷ്ടിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിലം പതിച്ചു. പിന്നീട് വന്ന ഒസറാവലി എന്ന സിനിമയിൽ ജൂനിയർ എൻടിആറിന്റെ നായികയായി വന്നത് തമന്നയായിരുന്നു. ഈ സിനിമ ഒരു വൻ ഹിറ്റായി മാറി. ഈ സിനിമ ശരിക്കും വെഞ്ചൻസ് എന്ന ഹോളിവുഡ് സിനിമയുടെ ഒരു ഇൻസ്പിറേഷൻ കൂടിയായിരുന്നു. പിന്നീട് 2012 ഒരു സിനിമ മാത്രമാണ് റിലീസായത്. തൃഷ നായികയായി വന്ന ജൂനിയർ എൻടിആറിന്റെ ഡമു എന്ന ഈ സിനിമ ഒരു ഫ്ലോപ്പായി മാറി. പിന്നീട് 2013 2 സിനിമകൾ റിലീസായി. ബാദുഷയും രാമയ്യ വസ്താവയ്യയും. ഈ 2 സിനിമകളും വൻ ഹിറ്റായി മാറി. ഈ 2 സിനിമകളും ആക്ഷന് പ്രാധാന്യം നൽകിയ സിനിമകളുമായിരുന്നു. ഈ സിനിമകളൊക്കെ ഹിറ്റായതോടുകൂടി ഒരു ആക്ഷൻ ഹീറോ എന്ന നിലയിൽ ഒരു വലിയ ചുവടുവയ്പ് ജൂനിയർ എൻടിആറിന് ആ കാലഘട്ടത്തിൽ നടത്താൻ സാധിച്ചു. പിന്നീട് 2014 ഒരു സിനിമ മാത്രമാണ് റിലീസായത്. രഭസ എന്ന സിനിമ വൻ ഹൈപ്പിൽ വന്നുവെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു ഡിസാസ്റ്ററായി മാറി. പിന്നീട് ശരിക്കും ജൂനിയർ എൻടിആറിന്റെ തലവര തെളിഞ്ഞു തുടങ്ങിയ ടൈമായിരുന്നു. 2015 റിലീസായ ടെമ്പർ എന്ന സിനിമ പൂരി ജഗന്നാഥ് സംവിധാനം ചെയ്ത് ഒരു വൻ ഹൈപ്പിൽ തന്നെ റിലീസായി. ഇതുകൂടാതെ ആ സിനിമ വൻ ബ്ലോക്ക് ബസ്റ്ററായി മാറി. ഈ സിനിമ പല ഭാഷകളിലേക്ക് പിന്നീട് റീമേക്കും പോയി. ഇന്നും ബോളിവുഡ് ഓഡിയൻസിന്റെ ഇടയിലുള്ള ആ സിനിമാറ്റിക് കോപ്പ് യൂണിവേഴ്സിലെ സിംബ എന്ന ക്യാരക്ടർ തന്നെ ഈ ടെമ്പർ എന്ന സിനിമയുടെ ഒരു റീമേക്ക് വേർഷനാണ്. ഇതുകൂടാതെ ഈ സിനിമ അയോഗ്യ എന്ന പേരിൽ വിശാലും ഒന്ന് തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. പിന്നീട് 2016 2 സിനിമകൾ റിലീസായി. ഇവയിൽ ഒരു സിനിമ നമ്മൾക്ക് ഇന്നും ഫേവറേറ്റ് ആണ്. അതിൽ ആദ്യ സിനിമയായിരുന്നു നൗക്കു പ്രേമിതോ. സുകുമാർ സംവിധാനം ചെയ്ത്, അതായത് നമ്മുടെ പുഷ്പ സിനിമയുടെ സംവിധായകനായ സുകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമ ഒരു വൻ ഹിറ്റായി മാറി. പിന്നീട് ഇതേ ദേവര എന്ന സിനിമ സംവിധാനം ചെയ്ത കൊരട്ടാല ശിവ സംവിധാനം ചെയ്ത ജനതാ ഗ്യാരേജ് എന്ന സിനിമയും ഒരു വൻ ഹൈപ്പിൽ വന്ന് വൻ ഹിറ്റായി മാറി. ഈ സിനിമയിൽ നമ്മുടെ ലാലേട്ടനെ പ്രസന്റ് ചെയ്ത രീതിയൊക്കെ ഇന്നും നമുക്ക് വളരെ ഫേവറേറ്റ് ആണ്. എന്തായാലും ഈ സിനിമയും ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വൻ ഹിറ്റായി മാറി. പിന്നീട് ട്രിപ്പിൾ റോളിൽ 2017 ഇതേ ജൂനിയർ എൻടിആറിനെ പ്രസന്റ് ചെയ്ത സിനിമയായിരുന്നു ജയ് ലവകുശ. ഈ സിനിമയിൽ ട്രിപ്പിൾ റോൾ വരിക മാത്രമല്ല, ഈ സിനിമയിൽ ട്രിപ്പിൾ റോളിലെ ഒരു റോളിൽ ഇദ്ദേഹം നെഗറ്റീവ് റോളിൽ വരികയും ചെയ്തു. അതായത് 3 കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രം ഈ സിനിമയിൽ വില്ലനും കൂടിയായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരു വൻ ഹൈപ്പും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. സിനിമ വൻ ഹിറ്റായി മാറുകയും ചെയ്തു. ഇതിനുശേഷം പിന്നീട് വന്ന സിനിമയായിരുന്നു അരവിന്ദ് സമേതം.
2018 ത്രിവിക്രം സംവിധാനം ചെയ്ത് ജൂനിയർ NTR, പൂജ ഹെഗ്ഡെ എന്നിവർ പ്രധാന കഥാപാത്രമായി വന്ന ഈ സിനിമയും ഒരു വൻ ഹിറ്റായി മാറുകയുണ്ടായി. ഈ സിനിമ ഇന്നും തെലുങ്ക് ഓഡിയൻസിനിടയിൽ വൻ ഫാൻ ബേസ് ഉള്ള സിനിമയാണ്. പിന്നീട് വലിയൊരു ഗ്യാപ്പിന് ശേഷം, ഏകദേശം 4 വർഷത്തോളം ഗ്യാപ്പ്, അതായത് 2018 അരവിന്ദ് സമയത്തേക്ക് ശേഷം പിന്നീട് ഇദ്ദേഹത്തിന്റെ ഒരു സിനിമ റിലീസായത് 2022 ആ സിനിമയെക്കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഓസ്കാർ വേദിയിൽ പോലും ജൂനിയർ NTRന്റെ പേര് മുഴക്കിയത് ആ ഒരു സിനിമയാണ്. തെലുങ്ക് ഓഡിയൻസിനിടയിൽ ആ സിനിമയ്ക്ക് കിട്ടിയ സ്വാധീനം അത്ര ചെറുതുമല്ല. ഇന്ത്യ ഒന്നാകെ തരംഗം തീർത്ത 2022 RRRന് ശേഷം പിന്നീട് റിലീസായ സിനിമയാണ് ഇന്ന് റിലീസായ ദേവര എന്ന സിനിമ. ദേവര എന്ന സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം അത് നിങ്ങൾ തന്നെ പറയുക. ജൂനിയർ NTRന്റെ കരിയറിലെ സിനിമകളുടെ ഒരു ടോട്ടൽ അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസിനായി മറക്കാതെ ഈ പേജ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.